ഹേയ് ഗൈസ്, ഇത് നമ്മൾ കേദാർകണ്ടയിലോട്ടുള്ള രണ്ടാമത്തെ ട്രെക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇതിൻ്റെ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണണേ. അങ്ങനെ ടെമ്പിളിലോട്ട് എത്തി. എന്നിട്ട് ഞങ്ങൾ ഫ്രഷായി, പിന്നെ ലഞ്ച് കഴിച്ചു, എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തു. ഋഷികേശിലെ ഈ മെയിൻ മാർക്കറ്റ് ഇല്ലാണ്ട് വേറെ 2 മാർക്കറ്റും കൂടി ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെയാണ് പോയത്. ലക്ഷ്മൺചൂല മാർക്കറ്റും അതുപോലെ രാംചൂല മാർക്കറ്റുമാണ് അവിടുത്തെ 2 മാർക്കറ്റുകളുടെ പേര് വരുന്നത്. അങ്ങനെ മൊത്തം 3 മാർക്കറ്റാണ് ഋഷികേശിലുള്ളത്. ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. ഇതിലേക്ക് കാണുന്ന ഓറഞ്ചും അതുപോലെ വൈറ്റ് കളറിലുള്ള ബോട്ടിൽസ് അവിടുത്തെ പുണ്യമായിട്ടുള്ള ഗംഗാജലം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം നമ്മുടെ നാട്ടിലോട്ട് ആ ഒരു ബോട്ടിലാണ് കൊണ്ടുവരിക. ഇതൊക്കെയാണ് അവിടുത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ. കുറേ ടോയ്സും അതുപോലെ തണവിന് വേണ്ടിയിട്ടുള്ള ജാക്കറ്റും മാലകളും അതുപോലെ ദൈവത്തിൻ്റെ പ്രതിഷ്ഠകളും ഇതൊക്കെയാണ് അവിടെ കിട്ടുക. അതേപോലെ അവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ള് സ്വീറ്റ്സും അതേപോലെ തന്നെ പാലുകൊണ്ടുള്ള ഫുഡും അതേപോലെ തന്നെ ഗോതമ്പ് മൈദമാവ് ഇതുകൊണ്ടൊക്കെയുള്ള ഫുഡാണ് അവിടെ കിട്ടുക. നമ്മളെ ഇവിടുത്തെ ചോറ് പോലത്തെ സാധനങ്ങളൊന്നും അവിടെ കിട്ടില്ല. അവിടെ റൈസ് ഉണ്ട്, പക്ഷെ അവിടെ ഉള്ള റൈസ് എന്ന് പറഞ്ഞത് ബസുമതി റൈസാണ്. ഋഷികേശിൽ ടെമ്പിളുള്ള കാരണം അവിടെ 5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമുക്ക് നോൺ വെജ് കിട്ടുക. അതുവരെ അവിടെ നോൺ വെജ് അല്ല, ഫുൾ വെജ് ഐറ്റംസ് ആണുള്ളത്. ഈ ഫുഡിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷേ ഇതിൽ പൊട്ടാറ്റോ കട്ട്ലേറ്റ് രൂപത്തിലാക്കിയിട്ട് എന്നിട്ട് അത് ഷാലോ ഫ്രൈ ചെയ്യും. എന്നിട്ട് പപ്പടം ടൈപ്പിലുള്ള ഒരു സ്വീറ്റ് ഇതിലോട്ട് പൊട്ടിച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ആ സാധനം എനിക്ക് തീരെ ഇഷ്ടമില്ല. പിന്നെ എല്ലാതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വെച്ചിട്ട് കഴിച്ചതാണ്. ഇതുപോലെയാണ് ഉരുളൻകിഴങ്ങ് അവർ ഫ്രൈ ചെയ്യുന്നത്. പിന്നെ പപ്പടം ടൈപ്പിലുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്വീറ്റ്. ഇത് പച്ചച്ചക്ക പൊരിച്ചതും അതേപോലെ ഇത് താമരയുടെ അടിയിലുള്ളൊരു സീഡ് പൊരിച്ചതുമാണ്. ഇത് ഞാൻ അടുത്ത് ട്രൈ ചെയ്തത് പാനിപ്പൂരി ആയിരുന്നു. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞതിനേക്കാൾ മോശമായിരുന്നു. എൻ്റെ അടുത്ത് പാനിപ്പൂരിയിൽ വെള്ളത്തിൽ പച്ച കളർ ചേർത്ത പോലെ ആയിരുന്നു. വേറൊരു ഫ്ലേവറും ഇല്ല, ജസ്റ്റ് വെള്ളത്തിൽ പച്ചല ചേർത്ത് അരച്ച പോലെ ആയിരുന്നു. ഉപ്പും ഇല്ല, മധുരവും ഇല്ല, അങ്ങനെ ഒരു തരം. പിന്നെ വീഡിയോക്ക് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇടണ്ടേ വെച്ചിട്ട് മനഃപൂർവ്വം ഇട്ടൊരു എക്സ്പ്രഷൻ ആയിരുന്നു അത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പച്ചച്ചക്ക. അതേപോലെ ഇതാണ് താമരയുടെ വിത്ത്. ഈ ഒരൊറ്റ ഐറ്റത്തിലാണ് ഞാൻ എൻ്റെ പൈസ ഇവിടെ വന്നിട്ട് മുതലാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഫുള്ള് മിൽക്ക് ഐറ്റംസും അതേപോലത്തെ സാധനങ്ങൾ കിട്ടാനുള്ളത്, ഇതാണത്. അതേപോലെ ഈ ഒരു മൺകലം പാലിന് വരുന്നത് 100 രൂപയാണ്. ഈ ഒരു പാലിൻ്റെ മേലെ ഫുള്ള് വെണ്ണയാണ്. ഞാൻ ഇത്രയും എക്സ്പ്രഷൻ ഇട്ട് ഇതാക്കുന്നത് എൻ്റെ മോളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവളെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റത്തിൽ പെട്ടതാണ് ഈ ഒരു പാല് പറഞ്ഞത്. പാല് മാത്രമല്ല, അതിന് മേലെ കാണുന്ന ഈ ഒരു വെണ്ണ അവൾക്ക് അത്ര ഇഷ്ടമാണ്. അപ്പം ഞാനത് അവൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആയിരുന്നു. ഞാനത് ഈ ഒരു വീഡിയോയിൽ ആഡ് ആക്കിയെന്നുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ മാർക്കറ്റിലെ കാഴ്ചകൾ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ വേറെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വൈറ്റ് കോട്ടാണ്, അത് അവിടെ നിന്ന് വാങ്ങിയതായിരുന്നു. അവിടെ ഭയങ്കര തണവായിരുന്നു. അപ്പം അത് കാരണം അവിടെ നിന്ന് വാങ്ങിയൊരു ജാക്കറ്റ് ആയിരുന്നത്. അവിടെയുള്ള ഓരോ സാധനത്തിനും വളരെ റേറ്റ് കുറവാണ്. നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ അവർ ഭയങ്കര കത്തി വെക്കുന്ന റേറ്റ് പറഞ്ഞാലും നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്താൽ ഭയങ്കര കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വാങ്ങാം. അതേപോലെ ഞാൻ അവിടുന്ന് ട്രൈ ചെയ്തൊരു മോമോസ് ആയിരുന്നു. വെജിൻ്റെ മോമോസാണ് കേട്ടോ. അത് കാരണം ഫുള്ള് ക്യാബേജിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെയുള്ളൊരു സൈഡ് ചട്നി കൂടി കൂട്ടി കേൾക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ആണെങ്കിൽ 100-ൽ 30 കൊടുക്കാം. അതേപോലെ ഞാൻ ഈ വേറെ എടുത്തുള്ള തൊട്ടും അവിടുന്ന് വാങ്ങിയതായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ അവിടുന്ന് കഴിച്ച ഫുഡ് ഐറ്റംസാണ്.